ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവരും നല്ല അടിപൊളിയായിട്ടിരിക്കുകയെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ വീഡിയോന് ലൈറ്റിങ് ഇത്തിരി കുറവുണ്ട്. സംഭവം മഴയായിട്ട് ലൈറ്റ് ഒട്ടുമില്ല. പിന്നെ വന്നിട്ട് റിംഗ് ലൈറ്റിൽ വെക്കണം. റിംഗ് ലൈറ്റിൽ ഞാൻ ലോങ് വീഡിയോസ് പൊതുവെ ഞാൻ റിംഗ് ലൈറ്റിൽ വെച്ച് ചെയ്യാറില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ റിംഗ് ലൈറ്റ് ഇങ്ങനെ മോഹൻലാലിൻ്റെ പോലെ ഒരു സൈഡിലോട്ട് ഇങ്ങനെ ചെരിഞ്ഞിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഫോണ് കൊണ്ടുപോയി അവിടെ വെക്കുന്ന സമയത്ത് ഇതിങ്ങനെ ഒരു കാല് വെച്ച് ഞാൻ ബാലൻസ് ചെയ്തിട്ടാണ് ഞാൻ പൊതുവേ വീഡിയോസ് എടുക്കുക. ഷോർട്സ് ആകുമ്പോൾ പിന്നെ കുഴപ്പമില്ലല്ലോ, 1 മിനിറ്റ് ഒക്കെ ഹോൾഡ് ചെയ്ത് നിന്നാൽ മതി. കൂടുതൽ കുറേ നേരം ഹോൾഡ് ചെയ്യുമ്പോഴേക്കും എൻ്റെ കാല് പണിയോ അല്ലെങ്കിൽ ഫോണ് മറിഞ്ഞ് നിലത്ത് വിടും. ഓൾറെഡി എൻ്റെ ഡിസ്പ്ലേ കുറച്ച് പോയിരിക്കും. ഇനി മൊത്തത്തിൽ പോക്കാൻ എനിക്ക് കുറച്ചാലും കൂടി ഫോൺ ഓടിക്കണമെന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിവിടെ ഫോൺ വെച്ചിട്ടുള്ളത്. അപ്പോൾ ലൈറ്റിങ് കുറച്ച് കുറവാണ്. എന്തായാലും നമുക്ക് മാറ്ററിലോട്ട് കിടക്കാം. പിന്നെ ഇവിടെ മൊത്തത്തിൽ മഴയാണ്. മഴയായതുകൊണ്ട് തന്നെ കുറച്ചിങ്ങനെ ഡല്ലായിട്ടാണ് ഇരിക്കുന്നത് മൊത്തത്തിൽ. അപ്പോൾ എന്തായാലും നമുക്ക് മാറ്ററിലോട്ട് കിടക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമ്മൾ വെയിറ്റ് ലോസ് ചെയ്യുന്നവർക്കും വെയിറ്റ് ലോസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും അതേപോലെ തന്നെ വെയിറ്റ് ലോസ് എവിടെ തുടങ്ങണം എന്നറിയാത്തവർക്കും അതേപോലെ വെയിറ്റ് ലോസിന് വേണ്ടി കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ എന്നിട്ടും വെയിറ്റ് കുറയാത്തവർക്കും സ്പെസിഫിക്കലി ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. പിന്നെ ഞാൻ ഇതിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട്, അതായത് ഞാൻ വെയിറ്റ് ലോസ് ചെയ്തിട്ട് എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ എന്ന രീതിക്കാണ് ഞാൻ പറയുന്നത്. അല്ലാണ്ട് ഇപ്പോൾ സയൻറ്റിഫിക്കലി അങ്ങനെയൊന്നുമല്ല ഞാൻ പറയുന്നത്. ഞാൻ എൻ്റെ വെയിറ്റ് ലോസ് വെച്ചിട്ട് എൻ്റെ എക്സ്പീരിയൻസ് ആണ് ഞാൻ പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനലിലോട്ട് സ്വാഗതം. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണ്, അല്ല ചാനൽ കാണുന്നുണ്ട് പക്ഷേ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ടു കൺസിഡർ സബ്സ്ക്രൈബിങ് ടു മൈ ചാനൽ. തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണും കൂടി അമർത്താം. എന്നാൽ മാത്രമേ ഞാൻ ഇന്ന് വീഡിയോസിനൊക്കെ നോട്ടിഫിക്കേഷൻസ് കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് വന്നിട്ട് നിങ്ങളിപ്പോൾ ഇത്രയും വർക്കൗട്ട് ചെയ്യുന്നുണ്ട്, ഫുഡ് കൺട്രോൾ ചെയ്യുന്നുണ്ട്, ഒക്കെ ചെയ്യുന്നുണ്ട്, എന്നിട്ടും എന്തുകൊണ്ട് നിങ്ങൾക്ക് മറ്റേ വെയിറ്റ് കുറയുന്നില്ല എന്നതാണ് ഇന്നത്തെ ടോപ്പിക്ക് വന്നിട്ട്. പിന്നെ അതേപോലെ തന്നെ ഇതിപ്പോൾ വെയിറ്റ് ലോസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ്, സ്റ്റാർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ എന്തായാലും വീഡിയോ ഫുള്ള് കാണുക. അപ്പോൾ ഇതിപ്പോൾ ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ തന്നെ പലതരത്തിലുള്ള ഇപ്പോൾ വെയിറ്റ് ലോസ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന കുറേ മണ്ടത്തരങ്ങളും ഞാൻ ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും എന്തായാലും ഈ വീഡിയോ മൊത്തത്തിൽ കാണാം. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയട്ടെ, നമ്മളിപ്പോൾ വെയിറ്റ് ലോസ് ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മൾ മെയിനായിട്ട് ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഓട്സ് വാങ്ങി വയ്ക്കും, ഗ്രീൻ ടീ വാങ്ങി വയ്ക്കും, അങ്ങനത്തെ ടൈപ്പ് ഐറ്റംസ്. അതേപോലെ പീനട്ട് ബട്ടർ വാങ്ങി വയ്ക്കും, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങി വയ്ക്കും. അത് വാങ്ങി വെക്കാനുള്ള കാരണം എന്താ വെച്ചാൽ ഇതൊക്കെ ഹെൽത്തി ആണല്ലോ. അപ്പോൾ നമുക്ക് ഇത് കഴിച്ചാൽ മതിയല്ലോ, ലൈക്ക് അൺഹെൽത്തി ആയിട്ടുള്ള ഓപ്ഷൻസിന് പകരം ഇത് കഴിച്ചാൽ മതിയല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ ഇതൊക്കെ വാങ്ങി വയ്ക്കും. ഓക്കെ, സംഭവം ഹെൽത്തി ഒക്കെ തന്നെയാണ്. പക്ഷെ പ്രശ്നം പറ്റണ എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ വെയിറ്റ് കുറയണം എന്നൊരാൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അയാൾ എന്തായാലും കാലറി ഡെഫിസിറ്റിൽ പോകണം. നമ്മളിപ്പോൾ എന്നും കഴിക്കുന്ന അതേ ഭക്ഷണം വെച്ചിട്ട് തന്നെ നമുക്ക് എന്തായാലും വെയിറ്റ് ലൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ വെയിറ്റ് ലൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ കാലറി കുറയ്ക്കുക തന്നെ വേണം. അപ്പം നമ്മൾ ചെയ്യുന്ന ഒരു പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ എന്താ പറയുക, നമ്മൾ ഈ പൊതുവേ നമ്മളിപ്പോൾ ഈ ബേക്കറി ഐറ്റംസ് അത് ഇതൊക്കെ കഴിക്കുമല്ലോ. അപ്പോൾ അതിന് പകരം നമ്മൾ എന്ത് ചെയ്യും, നമ്മളിപ്പോൾ ഈ വാങ്ങി വെച്ചപ്പോൾ പീനട്ട് ബട്ടർ, ബ്രൗൺ ബ്രെഡ്, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മൾ കഴിക്കാൻ തുടങ്ങും, ഓട്സ്, ഇതൊക്കെ കഴിക്കാൻ തുടങ്ങും. അപ്പോൾ ഇതൊക്കെ നല്ലത് തന്നെയാണ്, പക്ഷെ എന്നാൽ പോലും അതിലൊക്കെ കാലറീസ് ഉണ്ട്. അതേപോലെ തന്നെ ഇപ്പോൾ നമ്മളിപ്പോൾ ചിയ സീഡ്സ്, എല്ലാവർക്കും അറിയാം, വെയിറ്റ് ലൂസ് ചെയ്യുന്ന ആൾക്കാർ ആദ്യം പോയി വാങ്ങുന്ന ഒരു സാധനമാണ് ഈ ചിയ സീഡ്സ്. ഓട്സിലിട്ട് കഴിക്കും, അതുപോലെ വെള്ളത്തിൽ കുതിർത്തിട്ട് കുടിക്കും, അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. ഓക്കെ, അതൊക്കെ ഹെൽത്തിയാണ്. പക്ഷേ ചിയ സീഡ്സിലൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല രീതിക്ക് കാലറീസ് ഉണ്ട്. അപ്പം നമ്മളിപ്പോൾ ഒരു ലിമിറ്റിൽ കൂടുതൽ ചിയ സീഡ്സ് കഴിച്ചില്ലെങ്കിൽ കാലറീസ് നമ്മുടെ ശരീരത്തിൽ വരുന്നുണ്ട്. അതേപോലെ തന്നെ ഇപ്പോൾ നമ്മളിപ്പോൾ ഷുഗറിന് പകരം നമ്മൾ എന്ത് ചെയ്യും, ഡേറ്റ്സ് യൂസ് ചെയ്യാൻ തുടങ്ങും. ഈ ഡേറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സാധനം തന്നെയാണ്. പക്ഷെ ഡേറ്റ്സിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഡേറ്റ്സ് തന്നെ നല്ല രീതിക്ക് കാലറി ഉണ്ട്. നല്ല ഇപ്പോൾ ഒരു ദിവസം കഴിക്കുകയാണെങ്കിൽ നമ്മളത് 2 or 3 കഴിക്കാൻ പാടുള്ളൂ. അല്ലാണ്ട് ഇപ്പോൾ വാരി വലിച്ച് 10-12 ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ നല്ല രീതിക്ക് എന്താ പറയുക കാലറീസ് കയറും. അപ്പം ഇതാണ് നമ്മുടെ ഒരു മെയിൻ ആയിട്ടുള്ള പ്രശ്നം. നമ്മൾ ഹെൽത്തി ആണെന്ന് വിചാരിച്ചിട്ട് നമ്മൾ വാരി വലിച്ച് കഴിക്കും. ഹെൽത്തി ആണ് അത് കഴിക്കുക, പക്ഷെ എന്ന് കരുതിയിട്ട് അത് വാരി വലിച്ച് കഴിക്കാനുള്ള സാധനമില്ല. ഇതാണ് നമുക്ക് പറ്റുന്ന ഒരു മണ്ടത്തരം. പിന്നെ വേറൊന്നും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ആൾക്കാരെന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് ഫുഡ് കഴിക്കും, എന്നിട്ട് നന്നായിട്ട് എക്സസൈസ് കൊടുക്കും. അപ്പോൾ ഞാൻ പറയട്ടെ, ഇപ്പം നമ്മളിപ്പോൾ വർക്കൗട്ട് കൊണ്ട് മാത്രം കാര്യമില്ല. ഇപ്പോൾ ഞാൻ ഇപ്പോൾ പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്, അതായത് ഞാൻ എക്സസൈസ് എടുക്കുന്നുണ്ട് എന്നിട്ടും ഞാൻ തടി കുറയുന്നില്ല. പക്ഷെ ഫുഡിൻ്റെ കാര്യത്തിൽ അവർ എന്തെങ്കിലും വ്യത്യാസം വരുത്തിയിട്ടുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടാവില്ല. അപ്പോൾ എന്താ പറയുക, നമ്മൾ
വർക്കൗട്ട് കൊണ്ട് മാത്രം കാര്യമില്ല. വർക്കൗട്ട് വെറും ഒരു 20% ഉള്ളൂ. 80% നമ്മുടെ ഡയറ്റ് തന്നെയാണ്. പിന്നെ നമുക്ക് പറ്റുന്ന വേറൊരു മണ്ടത്തരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഡയറ്റ്സ് ഫോളോ ചെയ്യും. സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഡയറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ഭയങ്കര എക്സ്ട്രീമായിട്ട്, അതായത് ഇപ്പം നമ്മളിപ്പോൾ ഷുഗർ കഴിക്കില്ല, മൈദ കഴിക്കില്ല, അതേപോലെ തന്നെ എന്താ പറയുക വറുത്തത് കഴിക്കില്ല, പൊരിച്ചത് കഴിക്കില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര എക്സ്ട്രീമായിട്ട് നമ്മൾ ഡയറ്റ് ചെയ്യും. അങ്ങനെ ഡയറ്റ് ചെയ്തിട്ട് പെട്ടെന്ന് ഒരു ദിവസം നമുക്ക് എന്ത് ചെയ്യും, നമുക്ക് പ്രാന്ത് പിടിച്ച് നമ്മുടെ കൺട്രോൾ പോയിട്ട് നമ്മൾ പിന്നെ ഒരു ദിവസം അങ്ങ് വാരി വലിച്ചങ്ങ് കഴിക്കും. അപ്പം അതിലും നല്ലതെന്താ, നമ്മളിപ്പോൾ കഴിക്കുന്ന സാധനങ്ങൾ തന്നെ ഭയങ്കര കൺട്രോൾ വെക്കാണ്ട് എന്താ പറയുക കഴിച്ചു പോകുന്നതാണല്ലോ അതിലും നല്ലത്. ഇപ്പം എൻ്റെ ഞാൻ വെയിറ്റ് ലൂസായ സമയത്ത് എന്നോട് കുറേ ആൾക്കാർ ചോദിച്ചിരുന്നു, ഷുഗർ നീ കട്ട് ചെയ്തോ, ചോറ് നീ കട്ട് ചെയ്തോ, അതേപോലെ തന്നെ നീ ആട്ട കഴിക്കുന്നത് നിർത്തിയോ, അങ്ങനെ ചോദിച്ചിരുന്നു. നീ ഇപ്പം മുട്ട മാത്രമാണോ കഴിക്കുന്നത്, അങ്ങനെയൊക്കെ എന്നോട് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ വെയിറ്റ് ലോസിൽ ഞാനത് ചെയ്തിട്ടില്ല. എൻ്റെ വെയിറ്റ് ലോസിൽ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ കാലറീസ് കുറച്ചു. ഫുഡ് ഇൻടേക്ക് ലൈക്ക് പണ്ട് കഴിക്കുന്നത് വെച്ച് നോക്കുമ്പോൾ കാലറീസ് കുറച്ചു. ഇപ്പോൾ പണ്ടൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ദോശയൊക്കെ ആണെങ്കിൽ ഒരു 4-5 ദോശ കഴിച്ചിരുന്നു, ഞാനിപ്പോൾ 2 ദോശ കഴിക്കുന്നുണ്ട്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റയടിക്ക് കുറച്ചതല്ല കേട്ടോ. ആദ്യം 4 എന്നുള്ളത് പിന്നെ 3.5 ആക്കി, പിന്നെ 3 ആക്കി, പിന്നെ 2 ആക്കി, പിന്നെ അവിടുന്ന് കുറച്ചിട്ടില്ല. അതിലും കുറവ് എനിക്ക് പറ്റില്ല, അത്രയെങ്കിലും എനിക്ക് മിനിമം വേണം. അപ്പോൾ ഫ്രണ്ട്സൊക്കെ പണ്ട് എന്നോട് പറയുന്നത്, ഇടി കീറ്റോ ഡയറ്റ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട്, അത് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് വെയിറ്റ് കുറയും. അതായത് ഇപ്പോൾ മുട്ട, പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ബട്ടർ ഇട്ടിട്ടുള്ള മറ്റേ കോഫി കുടിക്കുക, ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ പറയുക തടി പെട്ടെന്ന് കുറയുന്നൊക്കെ പറയുന്നു. പക്ഷെ അപ്പോഴും എനിക്ക് തോന്നി ഇത് വേണ്ട, എന്തിനാ അങ്ങനെ ചെയ്ത് കുറയ്ക്കേണ്ട ആവശ്യമില്ല, എനിക്ക് ഈ ചോറും സാധനങ്ങളൊക്കെ കഴിച്ചിട്ട് തന്നെ തടി കുറച്ചാൽ മതി എന്ന് തോന്നി. പിന്നെ എനിക്ക് അതെന്തോ ഭയങ്കര അൺഹെൽത്തി ആയിട്ട് എനിക്കത് കേട്ടപ്പോൾ തന്നെ ഫീൽ ചെയ്യും. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് കാലം കഴിഞ്ഞപ്പോഴാണ് മറ്റേ പത്രത്തിൽ ന്യൂസ് വന്നത് കീറ്റോ ഡയറ്റ് ചെയ്തിട്ട് ഒരു കുട്ടി മരിച്ചു എന്ന് പറഞ്ഞിട്ട്. ഈ സ്ട്രിക്റ്റ് ഡയറ്റ് ഫോളോ ചെയ്യാണ്ട് ഇരിക്കാൻ ശ്രദ്ധിക്കുക. നമ്മൾ കഴിക്കുന്ന ഫുഡ് കുറച്ചൊക്കെ ഒരു കൺട്രോൾ വെച്ച് കഴിക്കുക, അല്ലാണ്ട് ഫുൾ സ്ട്രിക്റ്റ് ആയിട്ട്. ഇപ്പം എന്നോടിപ്പോൾ ആൾക്കാർ ചോദിക്കാറുണ്ട്, അപ്പം ഞാനിപ്പോൾ എന്താ പറയുക ഇപ്പം അൺഹെൽത്തി ആയിട്ടുള്ളൊന്നും കഴിക്കാറില്ല. ഒരിക്കലുമല്ല, ഞാൻ അൺഹെൽത്തി ആയിട്ടുള്ള സാധനങ്ങൾ കഴിക്കാറുണ്ട്, പക്ഷെ അതൊരു കൺട്രോളിലാണ് എന്നേ ഉള്ളൂ. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഞാനൊരു സ്വീറ്റ് ലവറാണ്. അപ്പോൾ എനിക്ക് ഈ മറ്റേ നമ്മുടെ ഇപ്പോൾ ഈ പേട, അതേപോലെ ബർഫി, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കൊണ്ടിരുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അടിച്ച് കിട്ടും. പക്ഷേ അതാ ഒരു കഴിക്കുന്ന ടൈമിലേ ഉള്ളൂ. പിന്നെ അതിന് ശേഷം ഞാൻ വേറൊന്നും കഴിക്കില്ല. എനിക്ക് എന്താ പറയുക വേറെ ഒന്നും ഇൻ ദ സെൻസ് ഇങ്ങനത്തെ സ്വീറ്റ്സ് കിട്ടുമ്പോൾ ഞാൻ കഴിക്കും. അല്ലാണ്ട് ഇപ്പം അതിനായിട്ട് ഞാൻ വേറെ പോയി വാങ്ങില്ല, കിട്ടിയാൽ കഴിക്കും. അങ്ങനെ കിട്ടുന്ന സമയത്ത് ഞാൻ നല്ലോണം കഴിക്കും കേട്ടോ. ഇപ്പോൾ ഗുലാബ് ജാമൊക്കെ കിട്ടുകയാണ്, ഇപ്പോൾ 3-4 ഞാൻ ചിലപ്പോൾ കഴിച്ചു എന്നിരിക്കും. പിന്നെ കുറേ കാലത്തേക്ക് ഒന്നും ഉണ്ടാവില്ല. അങ്ങനെ അതേപോലെ ഇപ്പോൾ വീട്ടിലിപ്പോൾ ഐസ്ക്രീം കൊണ്ടുവരാം, ഞാൻ ഡയറ്റാന്ന് പറഞ്ഞ് മാറിയിരിക്കാറുള്ളത് ഞാൻ കഴിക്കും. അപ്പോൾ അതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ആ ഒരു കൺട്രോൾ വിട്ട് നമ്മൾ ഈ ആക്രാന്തം കാണിച്ച് കുറേ കഴിക്കുന്ന ആ ഒരു സ്വഭാവം ഉണ്ടാവില്ല. അപ്പോൾ അത് വന്നിട്ട് ഒരു കാര്യമാണ്. പിന്നെ വന്നിട്ട് നമ്മുടെ വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ വെയിറ്റ് ലൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഷോർട്ട് കട്ട് നോക്കും. ഈ ഷോർട്ട് കട്ടിൽ ഇപ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ടാവും, ഒരുവിധം എല്ലാവരും കേട്ടിട്ടുണ്ടാവും, ഈ രാവിലെ തേനിൽ നമ്മുടെ ചൂടുവെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്തിട്ട് കുടിച്ചു കഴിഞ്ഞാൽ തടി കുറയും. അതേപോലെ തന്നെ നമ്മൾ ഈ നാരങ്ങ നീര് പിഴിഞ്ഞിട്ട് വാം വാട്ടറിൽ കുടിച്ചു കഴിഞ്ഞാൽ തടി കുറയും. അപ്പോൾ നമ്മൾ ഇതൊക്കെ കേൾക്കുമ്പോൾ എന്ത് ചെയ്യും, നമ്മൾ ഇത് മാത്രം ചെയ്യും. അതായത് വർക്കൗട്ട് ഉണ്ടാവില്ല, അതേപോലെ തന്നെ ഫുഡ് പ്രോപ്പറായിട്ടുള്ള കൺട്രോൾ ഉണ്ടാവില്ല. പക്ഷെ ഇത് മാത്രം ചെയ്യും. എന്നിട്ട് നമ്മൾ ഹോപ്പ് ചെയ്യേണ്ട, ഓക്കെ ഇങ്ങനെ ചെയ്താൽ തടി കുറയുമല്ലോ, ഇത് ഞാൻ എന്തായാലും ചെയ്യുന്നുണ്ടല്ലോ എന്ന് വിചാരിക്കും. അപ്പോൾ എന്താ അറ്റ് ലാസ്റ്റ് ഉണ്ടാവുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തൊടി കുറയുമില്ല, നമ്മുടെ വെറുതെ കുറേ പൈസയും പോവും. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഹണി ആയിക്കോട്ടെ, ഹണിയിൽ കാലറീസ് ഉണ്ട്. നമ്മൾ കഴിക്കുന്ന എന്ത് സാധനത്തിനും കാലറീസ് ഉണ്ട്. അപ്പോൾ എന്താ പറയുക, അപ്പോൾ ഒരു പരിധിക്ക് കൂടുതലായി ഇപ്പോൾ ചിയ സീഡ്സിൻ്റെ വാട്ടർ ആയിക്കോട്ടെ, കാലറീസ് ഉണ്ട്, എല്ലാത്തിനും കാലറീസ് ഉണ്ട്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ വിചാരിക്കും ഇത് മാത്രം ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ തടി കുറയും. ചിലപ്പോൾ തടി കുറയുമായിരിക്കും, അതിൻ്റെ കൂട്ടത്തിൽ വർക്കൗട്ടും പ്രോപ്പർ ഡയറ്റും ഉണ്ടെങ്കിൽ തടി കുറയുമായിരിക്കും. അല്ലാണ്ട് അത് മാത്രം ചെയ്തു എന്ന് വിചാരിച്ചിട്ട് തടി കുറഞ്ഞോളന്നില്ല. പിന്നെ വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരാള് അപ്പുറത്തെ ആൾ എന്ത് ചെയ്തു, അതായത് ഇപ്പം അപ്പുറത്തെ ആൾ ഇങ്ങനെ ചെയ്തപ്പോൾ അപ്പുറത്തെ ആൾ തടി കുറഞ്ഞു, അപ്പം ഞാനും അങ്ങനെ ചെയ്യാന്നുള്ള രീതിക്ക് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ അവർ ചെയ്ത് അതേപോലെ കോപ്പി ചെയ്യും. പക്ഷെ അവരുടെ ബോഡി ടൈപ്പ് ആയിരിക്കില്ല നമ്മുടെ ബോഡി ടൈപ്പ്. ചിലപ്പോൾ അവർ ചെയ്ത പോലെ ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്ക് വല്ല ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ വരാൻ സാധ്യത ഉണ്ടാവും. പിന്നെ അതേപോലെ നമ്മൾ ചെയ്യുന്ന വേറൊരു പരിപാടിയാണ് നമ്മൾ ഈ കാർബോഹൈഡ്രേറ്റിന് എടുത്തങ്ങോട്ട് ഒഴിവാക്കും. ഈ കാർബോഹൈഡ്രേറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് എനർജി ഗിവിങ് സോഴ്സാണ്. അതിന് മൊത്തത്തിലെടുത്ത് നമ്മളിങ്ങനെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഒരു സമയം കഴിഞ്ഞാൽ നമുക്ക് പണി കിട്ടും. അപ്പം അതുകൊണ്ട് എല്ലാം വേണം. കാർബോഹൈഡ്രേറ്റും വേണം, പ്രോട്ടീനും വേണം, ഫാറ്റും വേണം, എല്ലാം നമുക്ക് വേണ്ടത് തന്നെയാണ്.
പിന്നെ നമ്മളിപ്പോൾ നമ്മുടെ മെയിനായിട്ട് നമ്മുടെ ഈ ഒരു കേരളത്തിൽ മെയിനായിട്ട് കണ്ടുവരുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ചോറ് കഴിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, ഒരു പറ ചോറും പിന്നെ കുറച്ച് കറികൾ. അതായത് നമ്മുടെ ഈ മറ്റേ ഇപ്പം മെഴുക്ക് വരട്ടി അല്ലെങ്കിൽ ഉപ്പേരി പിന്നെ അതേപോലെ തന്നെ അങ്ങനത്തെ സാധനങ്ങളൊക്കെ കുറച്ച്, അതേപോലെ തന്നെ കറികൾ കുറച്ച് കഴിക്കും, പകരം ചോറ് കുറേ ഉണ്ടാവും. അല്ല ഇനിയിപ്പോൾ നമ്മൾ കറി കുറേ കഴിക്കുന്നുണ്ടെങ്കിൽ ചോറും അതിനനുസരിച്ച് കുറേ ഉണ്ടാവും. ആ ഒരു രീതി അങ്ങനെയാണ്. പക്ഷെ നമ്മൾ കഴിയുന്നത് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ചോറ് കുറച്ചിട്ട് ഈ സാധനങ്ങളൊക്കെ കൂടുതൽ കഴിക്കുക. ഇപ്പോൾ എൻ്റെയൊക്കെ ഞാൻ ചോറ് കഴിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ പൊതുവെ എല്ലാവരും ചോദിക്കാറുണ്ട് ഇതിനെന്തിനാണ് കഴിക്കുന്നത്. കാരണം ഞാൻ എടുക്കുന്ന ചോറിൻ്റെ അളവും അതേപോലെ തന്നെ ഉപ്പേരീൻ്റെ അളവ് പിന്നെ അതേപോലെ തന്നെ നമ്മുടെ എന്താ പറയുക കറികളുടെ കഷ്ണമൊക്കെ ഞാനിങ്ങനെ ഊറ്റിയെടുത്തിട്ട് കഴിക്കും. അത് ആ ഒരു സെയിം ക്വാണ്ടിറ്റിയിൽ തന്നെ ആയിരിക്കും ഞാൻ ചോറ് കഴിക്കുന്നുണ്ടാവുക. അപ്പോൾ എന്താ പറയുക, അപ്പം എന്നെ ആൾക്കാർ മൊത്തത്തിൽ കളിയുണ്ടാകും. പക്ഷെ ആക്ച്വലി അങ്ങനെ വേണം നമ്മൾ കഴിക്കുക. അതായത് കുറച്ച് ചോറും കുറേ വെജിറ്റബിൾസ് പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഈ മുട്ട, മീൻ, ചിക്കൻ ഉണ്ടെങ്കിൽ ചിക്കൻ, ഇങ്ങനെ വേണം നമ്മൾ കഴിക്കാൻ. അപ്പം ഇങ്ങനെ കഴിച്ചാൽ തന്നെ നമുക്ക് നമ്മുടെ ബോഡിയിൽ നല്ല രീതിക്കൊരു മാറ്റവും കാര്യങ്ങളൊക്കെ വരും. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഈ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ നമ്മൾ കുറേ ഡ്യൂറേഷൻ അങ്ങ് വർക്കൗട്ട് ചെയ്യും. എന്നിട്ട് നമ്മൾ വിചാരിക്കും എന്താ കുറേ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ കുറേ വെയിറ്റ് കുറയുമെന്ന് വിചാരിച്ച് നമ്മൾ കുറേ ഡ്യൂറേഷൻ വർക്കൗട്ട് ചെയ്യും. അത് വേറൊരു മണ്ടത്തരാണ്. നമ്മളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതായത് വർക്കൗട്ട് ചെയ്യണം, പക്ഷെ എന്ന് എത്തിയിട്ട് അത് ഓവറായാലും നമുക്ക് പണി കിട്ടാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു മണ്ടത്തരം ചെയ്യാണ്ടിരിക്കുക. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സെയിം വർക്കൗട്ട് തന്നെ എല്ലാ ദിവസവും ഒരേ വർക്കൗട്ട് തന്നെ ചെയ്യും. അതിന് പകരം നമ്മൾ എന്ത് ചെയ്യുക, മാറ്റി ചെയ്യാൻ ശ്രദ്ധിക്കുക. അതായത് ഇപ്പോൾ ഒരു ദിവസം യോഗയാണെങ്കിൽ അടുത്ത ദിവസം ഇപ്പോൾ കാർഡിയോ എടുക്കുക, അങ്ങനെ ഒരു ദിവസം സൂംബ, അങ്ങനെ മാറ്റി ചെയ്യുന്നത് കുറച്ചും കൂടി നല്ലതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ എൻ്റെ വന്നിട്ട് ഒരു പേഴ്സണൽ സജഷനാണ്. അതായത് നമ്മൾ ഈ പുറത്ത് പോയി പല സാധനങ്ങളും നമ്മൾ വാങ്ങിക്കൂട്ടും. അതിലും നല്ലത് എനിക്ക് തോന്നിയിട്ടുള്ള എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെ മാക്സിമം നമ്മൾ വെയിറ്റ് ലൂസ് ചെയ്യാനായിക്കോട്ടെ വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യാനായിക്കോട്ടെ നമ്മൾ ആദ്യം നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ തിന്ന് പഠിക്കും. അതാണ് എനിക്ക് പറയാനുള്ളത്. വീട്ടിലുള്ള സാധനം ഇൻ ദ സെൻസ് ഇപ്പോൾ നമ്മൾക്ക് ഇപ്പോൾ ഈ നാടനായിട്ട് കിട്ടുന്ന പല ഐറ്റംസ് ഉണ്ടാവുമല്ലോ. ഇപ്പോൾ ഈ നാടൻ ജീര അതേപോലെ തന്നെ നമ്മുടെ നാടനായിട്ട് പല ഇപ്പം നമ്മുടെ നാട്ടിൽ തന്നെ കിട്ടുന്ന ടൈപ്പ് പല ഐറ്റംസ് ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ നാടൻ തക്കാളി ഇതൊക്കെ കിട്ടും. അപ്പോൾ ഇപ്പോൾ ഈ നാടൻ തക്കാളിയൊക്കെ ആണെങ്കിൽ പോലും നമുക്കിപ്പോൾ ടേസ്റ്റ് വലിയ ഒരു സുഖം തോന്നില്ല. അപ്പോൾ നമ്മളിപ്പോൾ ഈ മരുന്നടിച്ച് കിട്ടുന്ന ഐറ്റംസ് വെച്ച് നോക്കുമ്പോൾ ഈ നാടൻ തക്കാളിക്കൊന്നും ടേസ്റ്റ് നമുക്ക് വലിയൊരു ഇത് തോന്നൂല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മളത് കഴിക്കാൻ മടിക്കും. അതേപോലെ തന്നെ ഇപ്പോൾ വീട്ടിലാണെങ്കിൽ ഇപ്പോൾ ഈ എത്ര പേരുടെ വീട്ടിൽ അതൊക്കെ ചെയ്യാറുണ്ട് എന്ന് എനിക്കറിയില്ല. അതായത് ഇപ്പോൾ നമ്മുടെ ഇടിച്ചക്ക ഉപ്പേരി വയ്ക്കുക, അതേപോലെ തന്നെ ഇപ്പോൾ ചേമ്പ്, ചേന ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അതേപോലെ തന്നെ നമ്മുടെ ഈ ചക്കക്കുരു വെച്ചിട്ട് ഉപ്പേരി വയ്ക്കുക എൻ്റെ വീട്ടിലൊക്കെ ചെയ്യാറുണ്ട്. അപ്പം അങ്ങനത്തെ ഒന്നും നമ്മൾ കഴിക്കാണ്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഈ പുറത്ത് പോയിട്ട് കടയിൽ നിന്ന് അതും ഇതൊക്കെ വാങ്ങിയിട്ട് നമ്മൾ കഴിക്കുന്ന പരിപാടി. അതുപോലെ വീട്ടിലാണെങ്കിൽ തന്നെ ഇപ്പോൾ ചീര, മുരിങ്ങ ഇതിനൊക്കെ ചെടിയൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇതൊക്കെ മാക്സിമം നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. ഈ പുറത്തുനിന്ന് ഓരോന്ന് വാങ്ങാനും പുറത്തുനിന്ന് ഓരോ സപ്ലിമെന്റ്സ് എടുക്കുന്നതിനേക്കാളും നല്ലത് എന്ന് എനിക്ക് പേഴ്സണലി തോന്നിയതാണ്. ഇതിനിപ്പോൾ പലവർക്കും പല ടൈപ്പ് എന്താ പറയുക പല അഭിപ്രായങ്ങളും ഉണ്ടാവും. പക്ഷെ എനിക്ക് അങ്ങനെ ഒരു പേഴ്സണലി അങ്ങനെ തോന്നി. അപ്പോൾ അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അടുത്ത ഏത് വീഡിയോ വേണമെന്ന് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ വീഡിയോ യൂസ്ഫുൾ ആയ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾ ഇപ്പോഴത്തെ പോലെ തന്നെ നല്ല അടിപൊളിയായിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ടാറ്റാ.